അത് കുഴപ്പമില്ലടാ. നീ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും നീ പറയണേ. ഓക്കെ. വേടനെ പോലെയാണോ? അവനെ ഒന്നല്ല നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ലേ? നിങ്ങളുടെ പാർട്ടിയിലും ഉണ്ടല്ലോ കുറെ പെണ്ണുപിടിയന്മാർ. എനിക്ക് ആര് ചെയ്താലും തെറ്റാന്ന് തന്നെ ഞാനും പറഞ്ഞോണ്ടെന്ന്. അതിനിടയിൽ കൊണ്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. 5000 രൂപയോ? അർജന്റ് ആയിരുന്നോടാ? എടാ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നല്ലോടാ. ഞാൻ ആരുടെയും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. നീ എന്നൊന്ന് വെയിറ്റ് ചെയ്യേ. 5000 എൻ്റെ കടം ചോദിച്ചിട്ടുണ്ട്. നിന്റെ കയ്യിലല്ലേ ഏലയ്ക്ക് വിറ്റ പൈസ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞേ, അതിന്ന് കൊടുക്ക്. കൊടുത്താൽ ശരിയാവത്തില്ല. അവന് കൊടുത്താൽ കിട്ടത്തില്ല. നീ ഓടായിപ്പാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഞാൻ തന്നാന്ന് പറ. നീ തന്നാന്ന് പറയാം. എടാ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പൈസ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു 5 രൂപ പലിശ കൊടുക്കണം. കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? നീ എന്നെ ഒരു മനുഷ്യനാടാ. അല്ല, ഞാൻ പറഞ്ഞ അവൻ വിശ്വസിക്കത്തില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ 5 രൂപ പലിശ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. മോശം എന്ന് പറഞ്ഞാൽ മഹാമോശം. പ്രവീണിന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലോ. പ്രവീണാണോ നിന്നെ പൈസ കടം ചോദിച്ചു വിളിച്ചേ? അതേടാ. എടാ പ്രവീണേ, ഒരു 5000 രൂപ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചാടാ. എനിക്ക് അത്രയ്ക്ക് അർജന്റ് ആയതുകൊണ്ടാ. എന്തായാലും നീ പറയണേ. ഓക്കെ. എടാ നീ ഒരു വൃത്തികെട്ടവനാണെന്ന് ആ പ്രവീൺ എത്ര തവണ എന്നോട് പറഞ്ഞോണ്ടെന്ന് അറിയോ? അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. അവനെ കണ്ടുപിടിടാ. അവൻ പൈസ ചോദിച്ചാൽ എനിക്ക് വേണ്ടിയാ. പകരം നീ എന്നാ ചെയ്തേ? അവനെ പോലെ നല്ലൊരു മനുഷ്യന് പൈസ കൊടുത്ത് പറ്റിക്കുന്നു, അതും 5 രൂപ പലിശക്ക്. നാണം ഉണ്ടാടാ, നാണം. നിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ട എന്നെ ആ പാവം പ്രവീണിനെ പറഞ്ഞാൽ മതിടാ. കണ്ടോ, എനിക്ക് പൈസ തരാൻ വിളിക്കുന്നുണ്ട്. കണ്ടു പടി നീ. പറയടാ മച്ചാ. മറ്റേ പൈസ സെറ്റ് ആയിട്ടുണ്ട്. എനിക്കറിയാടാ മുത്തേ. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താടാ? 10 രൂപ പലിശയാവും. എത്രയാ? വെറും 10 രൂപ പലിശ. 5 നിന്റെ മുത്ത് കയറ്റി പിടിച്ചതാ. നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. അവരോട് പറഞ്ഞാരേ രക്ഷപ്പെട്ടോളാം.